4 പേർക്കുള്ള സാമ്പാറാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ ചെറിയ 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെക്കാം. അതേ അളവിൽ തന്നെ കുമ്പളങ്ങയോ വെള്ളരിക്കയോ എടുക്കാം. എനിക്ക് വെള്ളരിക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. മത്തനും വഴുതനങ്ങയും മുരിങ്ങക്കായും ഒക്കെ ഉപയോഗിക്കാവുന്നവർക്ക് അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനതൊന്നും ഇടുന്നില്ല, കാരണം ഇവിടെ ആരും അതൊന്നും കഴിക്കില്ല. പിന്നെ ഒരു 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ചെറിയ കുക്കർ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു 3 വിസിലിൽ തന്നെ എനിക്ക് ഇതെല്ലാം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ആ പരിപ്പിലേക്ക് നമ്മൾ കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും മത്തനൊക്കെ ഉണ്ടെങ്കിൽ അതും എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് കുക്കർ അടച്ചിട്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കും. എനിക്കൊരു 3 വിസിലിൽ തന്നെ ഇതെല്ലാം വെന്ത് കിട്ടും. ഇനി 2 തക്കാളി വേണം. തക്കാളി പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഒരു 5-8 ചെറിയ ഉള്ളി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു സവോള, ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 5-8 വെണ്ടക്കയും കൂടെ എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി കാണാത്തത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി തേങ്ങ വറുക്കാനുള്ള പാൻ അടുപ്പിൽ വെക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 1/4 ടീസ്പൂൺ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇടാവുന്നതാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരു 3-4 വറ്റൽമുളകോ പിരിയൻമുളകോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. ഒരു ടീസ്പൂൺ മല്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, പൊടിക്കാത്ത മല്ലി ഞാനാണ് ഇടുന്നത്, നല്ല ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഉലുവപ്പൊടിയാണിത്. ഇത് ക്രഷ് ആയതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണാണ് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു ടീസ്പൂൺ കായംപൊടി ഇടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇടാൻ പോണത് ജീരകമാണ്, ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരുപാട് കൂടി പോകണ്ട. പിന്നെ കുരുമുളക് ഒരു 5-6 ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. എനിക്ക് ഫുൾ കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും നേരം ലോ ഫ്ലെയിമിൽ തന്നെയാണ് തീ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ 2 ടേബിൾ സ്പൂണാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മുളക് ഇടാം. ഞാനിവിടെ കാശ്മീരി മുളക് ആയതുകൊണ്ട് 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാവുന്നതാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇനി സാമ്പാർ പൊടി ഇഷ്ടമുള്ളവർക്ക് സാമ്പാർ പൊടിയും കൂടെ ചേർക്കാം. ഞാൻ കുറച്ച് സാമ്പാർ പൊടി ചേർക്കാറുണ്ട്. സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്, കരിക്കരുത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരണം. തണുത്തിട്ട് മാത്രമേ അരയ്ക്കാൻ പോകാവൂ, ചൂടോടെ ഒരിക്കലും അരയ്ക്കരുത്. ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ട് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് വഴറ്റിയിടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയോ കായപ്പൊടിയോ ഒക്കെ വേണമെന്നുള്ളവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത്തിരി ഉലുവ മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. കായംപൊടി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഇടാവുന്നതാണ്, അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക്. ഇനി കറിവേപ്പില, പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു സവോളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. എത്രയും ചെറുതായി അരിഞ്ഞു അത്രയും നല്ലതായിരിക്കും. ഇനി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായി വഴന്ന് കിട്ടുമ്പോഴത്തേക്ക് തന്നെ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ആവശ്യത്തിന് ഇടുന്നുണ്ട്. മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ ടീസ്പൂണൊക്കെ വെച്ചിട്ട് ഇട്ടാൽ മതി. ഇനി കുറച്ചിട്ടാൽ മതി. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി മാറ്റി വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഉള്ളിയൊക്കെ വഴലുമ്പോഴത്തേന് തന്നെ എൻ്റെ കുക്കർ വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഞാനത് ഓഫാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നന്നായിട്ട് ഫ്രൈ ആയി വന്ന സവോളയിലേക്ക് ഇനി അടുത്ത് ഇടാൻ പോകുന്നത് എൻ്റെ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെയാണ്. അപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് വഴറ്റുന്നത്. എനിക്ക് ഓരോന്നോരോന്നായിട്ട് വഴറ്റാനുള്ള ക്ഷമ കുറവായതുകൊണ്ട് ഞാനെല്ലാം കൂടെ ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റി, അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് നേരം ഒന്നും വഴറ്റി ഞാൻ മെനക്കിടുന്നില്ല. ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കുക്കറിൽ വെന്തത് കൊണ്ട് ഇവിടെ ആരും കഷ്ണങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ട് അതെല്ലാം ഞാൻ നന്നായി ഉടച്ചു. ചിലവർ പകുതി ഉടയ്ക്കും, പകുതി കഷ്ണമായിട്ട് തന്നെ ഇടാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ അരപ്പ് ആ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് തിളപ്പിക്കാൻ വെക്കും. ഈ കുക്കറോട് കൂടി തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇനി ബാക്കി വന്ന മിക്സിയുടെ ജാറിലുള്ള അരപ്പ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ എൻ്റെ വെണ്ടയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഈ അരപ്പിലൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ പ്രത്യേക സ്വാദായിരിക്കും സാമ്പാറിന്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കും. നല്ല മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഈ വെണ്ടയ്ക്കയും സാമ്പാറൊക്കെ ഈ അരപ്പൊക്കെ നന്നായിട്ട് മിക്സായി വരും. നല്ല ഫ്രൈ ആയി വരണം.
അത് അവിടെ എന്താണ് നന്നായിട്ട് വെള്ളം പറ്റി നല്ല വെന്തു. ഇപ്പം വെണ്ടയ്ക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് തിളച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഒന്നുകിൽ എല്ലാം കൂടെ പാനിലേക്ക് മിക്സ് ആക്കാം, അല്ലെങ്കിൽ പാനിൽ നിന്ന് നേരെ എല്ലാം കൂടെ കുക്കറിലേക്ക് മിക്സ് ആക്കാം. ഇപ്പം കുക്കറിൽ മിക്സ് ആക്കിയാൽ എനിക്ക് വിസിബിലിറ്റി അത്ര ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം കൂടെ പാനിലേക്കാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. സാധാരണ ഞാൻ എല്ലാം കൂടെ കുക്കറിലേക്കാണ് ഒഴിക്കാറുള്ളത്. ഇന്നിപ്പോൾ ഞാനത് പാനിലേക്ക് ഒഴിച്ചു. ഞാൻ എല്ലാം ഉടച്ചു വെച്ചത് കൊണ്ട് ശരിക്കും എനിക്ക് കഷ്ണങ്ങൾ ഇപ്പോൾ കുറവാണ് കേട്ടോ. വെണ്ടയ്ക്കയും തക്കാളിയും മാത്രമേ കഷ്ണമായിട്ട് കാണുന്നുള്ളൂ. ഉരുളക്കിഴങ്ങൊക്കെ ഉടഞ്ഞു പോയി കംപ്ലീറ്റ്. നിങ്ങൾക്ക് അങ്ങനെ ഉരുളക്കിഴങ്ങ് കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം ഉടച്ചു വരുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഞാനതെല്ലാം ഉടച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്നുമില്ല, ഇനി നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയും നേരം ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിക്കുക. കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. നന്നായി കുറുകി വരും, നല്ല മണമൊക്കെ വരുന്നുണ്ട് സാമ്പാറിൻ്റെ. അതുവരെ ഒന്ന് വെച്ചേക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് സ്റ്റൗ ഓഫാക്കി അങ്ങ് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ സാമ്പാർ നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതിനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ, കുറേ പേരൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം, എന്നാലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ സാമ്പാറിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല കളറുമാണ്, നല്ല ടേസ്റ്റിയാണ്. ഇത് സാമ്പാർ ഇഡ്ഡലിക്കും കഴിക്കാം, ചോറിനും കഴിക്കാം, എല്ലാത്തിനും കഴിക്കാവുന്നൊരു സാമ്പാറാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ. ഇനി ഇത് എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടേതായ രീതി എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. ഏത് സാമ്പാറാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടം? സാധാരണ സാമ്പാറാണോ അതോ വറുത്തരച്ച സാമ്പാറാണോ ഇഷ്ടം? എല്ലാം ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ ലൈക്സും കമൻസും കുറച്ചും കൂടെ ഒക്കെ ആവണം, എന്നാലേ എനിക്ക് നല്ലൊരു സപ്പോർട്ട് ആവുകയുള്ളൂ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവരോടും വളരെ വളരെ നന്ദിയുണ്ട്. ഇനിയും മേലോട്ടും അങ്ങോട്ടും സപ്പോർട്ട് തന്നെ ഉണ്ടായിരിക്കണം എല്ലാവരുടെയും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.